പണ്ടൊക്കെ വീട്ടില് കുട്ടികളെ നമ്മള് പഠിപ്പിക്കും, പുറത്തിറങ്ങിയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ നമ്മള് പെൺകുട്ടികളോടാണ് ഏറ്റവും പറഞ്ഞത്. പക്ഷെ ഇനിയിപ്പോ നമ്മൾ ആൺകുട്ടികളോട് എന്ത് പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധവൽക്കരണ ക്ലാസ്സുകളിലൊക്കെ സ്ത്രീകളെക്കാട്ടിലും പുരുഷന്മാരെയാണ് ഉൾപ്പെടുത്തേണ്ടത്. കാര്യം അവരാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. എന്ത് രീതിയിൽ കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത്തരത്തിലുള്ള നിയമങ്ങളുണ്ടെന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോഴത്തേക്കും നിയമം മാത്രമാണ്, നിയമമല്ല, നിയമം ഉണ്ടെന്നുള്ളത് നിയമം അനുസരിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ട്രാഫിക് റൂൾസ് നമ്മൾ എല്ലാവരും പാലിക്കുന്നു. കാര്യം ഉടനടിയാണ് പണിഷ്മെന്റ്, പിടിച്ചു നിർത്തി ഫൈൻ അടിക്കുക, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള പണിഷ്മെന്റ്സ് ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇതെല്ലാം എന്താണ് ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് എടുക്കാതെ ഇതൊരു ലീഗൽ ഡ്യൂട്ടി ആണെന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഇപ്പോൾ തന്നെ ഈ ഒരു ചെറിയ ഇഷ്യൂവിൽ തന്നെ എത്ര പേരാണ് ഇതിനെ എതിർത്തുകൊണ്ട് വന്നത്? എന്തുകൊണ്ട് എല്ലാവർക്കും സമ്മതിച്ചുകൂടാ? നമ്മുടെയൊക്കെ അമ്മ പെങ്ങന്മാരെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തോന്നത്തുള്ളൂ. ആരാന്റെ കുഞ്ഞിനെ ആർക്കും എങ്ങനെ നോക്കാന്നാണോ പറയുന്നത്? ആ ഒരു കോൺസെപ്റ്റ് അത് മാറണമെന്ന് മാത്രം. അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിൽ കൂടിപ്പോയി കുറച്ച്. അത് ആ സ്കൂൾ ഞാൻ പറഞ്ഞില്ല, അപ്ബ്രിംഗിങ് തന്നെ ഈവൻ ഒരു ആൺകുട്ടി വളർന്നു വരുമ്പോ തന്നെ അവിടുന്ന് ഒരു അമ്മ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ഒരു അല്ലെങ്കിൽ നാളെ നിയമങ്ങളാണോ അതോ പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, പെൺകുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു രീതി വീട്ടിൽ നിന്ന് തന്നെ അമ്മ തന്നെ പഠിപ്പിക്കണം. കാരണം ആ അമ്മയിൽ നിന്നാണ്, അമ്മ ഒരു സ്ത്രീയാണ്. അപ്പൊ അമ്മയോട് ഇതേപോലെ വേറൊരു പുരുഷൻ ഇപ്പൊ ബിഹേവ് ചെയ്താൽ എങ്ങനെ ആ മകൻ പ്രതികരിക്കും, അല്ലെങ്കിൽ അവന്റെ സിസ്റ്ററിനോട് അങ്ങനെ പ്രതികരിച്ചാൽ എങ്ങനെ ബിഹേവ് ചെയ്യും, അതുപോലെ തന്നെയാണ് മറ്റുള്ള പെൺകുട്ടികളും എന്നുള്ളത് കുഞ്ഞിലേ മുതലേ അവനെ ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ഈ 14 സെക്കൻഡ് വേറൊരാളെ ഒരു ലൈംഗികപരമായി നോക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അച്ഛൻ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു അതാണ് ഫാമിലിയാണ് കുട്ടികളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഇതെല്ലാം പറയുമ്പോഴും നേരത്തെ ശ്രീ ജേക്കബ് സാർ ഉന്നയിച്ച ഒരു ആശങ്കയുണ്ട്, അത് മോറൽ പോലീസിംഗിന്റെ പ്രശ്നമാണ്. ഇത്തരം നമ്മൾ ഈ പറഞ്ഞ കുറെ നോർമലായിട്ട് സമൂഹത്തിൽ വളർന്നു വരേണ്ട കുറച്ച് എത്തിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നു. ഇതിനെയാണ് മറ്റവർ ആയുധമാക്കി മാറ്റുന്നത്. ഇതൊരു വലിയ, അവിടെയാണ് ഒരു ഡബിൾ എഡ്ജഡായി ഈ വിഷയം മാറുന്നത്. അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ഈ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതിനകത്ത് എന്തെല്ലാം വേണം, ഈ അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് അങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് ഈ പറയുന്ന മീഡിയക്ക്, സിനിമകൾക്ക് ധാരാളം ഏജൻസീസ് ഉണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ ഒരു വിവരം ആ കുട്ടി പറഞ്ഞില്ലേ, അതായത് 5 ആൺകുട്ടികൾ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു പെൺകുട്ടി ഭയപ്പെടുന്നത് പോലെ 5 പെൺകുട്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ആൺകുട്ടികൾ പേടിക്കുന്നുണ്ട്. പരിധി വിട്ട് പലപ്പോഴും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. മദ്യപിക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഷെയർ ഇട്ട് മദ്യപിക്കുന്ന, ഞാൻ കൊളയൊന്നും പറയുന്നില്ല, പക്ഷെ എനിക്കതറിയാം, നേരിട്ടറിയാം. അപ്പൊ അത്തരത്തിലുള്ള പ്രവണതകളുണ്ട്. അതുകൊണ്ട് ആൺ പെൺ സാർ നേരത്തെ പറഞ്ഞ പോലെ 2 പന്തി ഒരു പന്തിയിലെ കോളേജ് ലൈഫിൽ ഇത്തരം ഈ നോട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാറ് നോക്കിയിട്ടുണ്ട്? എന്തായാലും പഠിക്കുമ്പോ ഞാൻ പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. ഒരാളെ നോക്കിയുള്ളോ? പലരെയും നോക്കും, പക്ഷെ ആരും അങ്ങനെ പ്രതികരിച്ചിട്ടില്ല. 5 പെൺപിള്ളേർ അങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരും അങ്ങനെ അല്ലെന്ന് പറയും. അപ്പൊ 5 ആൺപിള്ളേർ അങ്ങനെയാണെന്ന് മറ്റുള്ളവർ ഈ പറഞ്ഞെടുത്താണ് റിച്ചാർഡ് സിംഗ് വിവാദമായത്. എന്നറിയോ, അദ്ദേഹം പറയുന്ന നോക്കിയാൽ കഴിഞ്ഞാൽ ഈ ആൺകുട്ടികളെയും നോക്കുന്നതിന് എല്ലാ നോട്ടങ്ങളെയും അദ്ദേഹം ക്രിമിനലൈസ് ചെയ്തു. അത് പാടില്ല. ഇപ്പൊ വാട്സാപ്പിൽ വന്നൊരു മെസ്സേജ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, നല്ല മെസ്സേജ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പെണ്ണ് കാണാൻ പോകാൻ പറ്റില്ല. 14 സെക്കൻഡിനുള്ളിൽ ഈ പെണ്ണിനെ നോക്കി അവസാനിപ്പിക്കണ്ടേ? അവന് പോലും 14 സെക്കൻഡിലധികം നോക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ഒരു പെൺകുട്ടി പറയണം അയാൾ എന്നെ നോക്കി ശരിയായില്ല. റഹീമിനോട് പറയാനുള്ളത്, അദ്ദേഹം ഒരു മലയാളിയല്ല, മലയാളത്തിൽ സംസാരിക്കാൻ യൂണിവേഴ്സിറ്റി ഇപ്പം വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിലൊക്കെ പോയി നിൽക്കുമ്പോ 5 ആൺപിള്ളേരെന്നൊക്കെ പറയൂലേ, എന്നിട്ടും പോലീസുകാർ ഇവരെയൊക്കെയാണ് പിടിച്ചോണ്ട് പോണത്. ഇപ്പൊ ഇത്രയും ഇങ്ങനെ ഹറാസ് ചെയ്യണതും പോരാ, ഇങ്ങനെയാണ് കമന്റ് അടിക്കാനും അവരാണ് കമന്റ് അടിക്കാൻ പോരാ, നമ്മളാണ് തൂയിക്കൊണ്ട് പോകുന്നത്. ഈ പെൺകുട്ടികൾ 5 പേര് ചേർന്ന് ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിന്റെ മുമ്പ് പോയി നിന്ന് നോക്കാറുണ്ടോ? ഉണ്ടോ?
എനിക്ക് തോന്നുന്നില്ല. ഈ വിമൻസ് കോളേജിന് മുമ്പിലാണ് ഈ 5 പെൺകുട്ടികൾ അച്ഛൻ്റെ നിൽക്കുന്നത്. സങ്കടം എന്താ അറിയോ? കമന്റ് അടിക്കുന്നത് പെണ്ണുങ്ങളെ പക്ഷെ വലിക്കുന്നത് അതായത് വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു പയ്യൻ പോയി നിന്നാൽ അവൻ വിക്ടിമാണ് അവിടെ എന്നാണ് അവർ പറയുന്നത്. അവനെ വിളിച്ചോണ്ട് പോകുന്നത്. അവരവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അതല്ല ഞാൻ ചോദിച്ചല്ല ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒരു കോളേജ് ഉണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടി. ഉണ്ടോ? എല്ലാ പെൺകുട്ടികൾക്ക് മാത്രമേ സംവരണം ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ സംവരണം എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ പഠിക്കേ വേണ്ട എന്ന് പറഞ്ഞൊരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ നിയമം ഉള്ളത് കൊണ്ടാണ് അല്പമെങ്കിലും സ്ത്രീകൾ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കുന്നത്. റഹീം മേഡം പറഞ്ഞ് ഞങ്ങൾക്ക് ചരിത്രം അറിയില്ല, ഞങ്ങൾ ചരിത്രമായിട്ട് ഞങ്ങളൊന്ന് മനസ്സിലാക്കിയാണ് അശ്വത് സംസാരിക്കുന്നു പറഞ്ഞു. പക്ഷേ ഈ ചരിത്രത്തില് ഇപ്പം കേരളത്തിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തത്തുല്യത. നമ്മൾ ഒരുപാട് പേര് ഒരുപാട് സമരങ്ങൾ ചെയ്യുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ സാറ് പറഞ്ഞാൽ ഇത് ലംഘിക്കപ്പെടയില്ലേ, തുല്യത പോവുകയില്ലേ? ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോ പറയും നീ ആണാണ്, നീ ആണത്തം കാണിക്കണം എന്ന് പറഞ്ഞാൽ ആ പദം തന്നെ, ആ ഭാഷയിലുള്ള ആ പ്രയോഗം തന്നെ തെറ്റല്ലേ? തെറ്റാണ്, വളരെ തെറ്റായിട്ടുള്ള പ്രയോഗം. ഇവിടെ സംസ്ഥാനത്ത് ഒരു DGP ഒരിക്കൽ പ്രശ്നം വേണ്ടി പോലീസുകാരാണ് ആണത്തം വേണം. അപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ ആണത്തമുള്ളവരായിരിക്കണം. ഇതൊക്കെ ഈ പോലീസുകാർ ആണത്തമുള്ളവരാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം നല്ല കാര്യമാണ്. ഈ ആണത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആണത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഈ ആണത്വം എന്ന് പറഞ്ഞ ഈ വാക്കിന് നമ്മൾ കൊടുക്കുന്ന രീതി. അത് അംഗീകരിക്കും. അപ്പൊ കീഴ്പ്പെടുത്തലിൻ്റെതായ ഒരു സംസ്കാരം, സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന ഒരു സംസ്കാരം, എന്ത് വന്നാലും യാതൊരു കൂസലുമില്ലാതെ അഭിമുഖീകരിക്കുന്ന ഒരു ഉദാഹരണം പറയാം. സാറാ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഇപ്പോൾ ഡൽഹി സംഭവം ഉണ്ടായല്ലോ, നിർഭയ. ആ സംഭവത്തിൽ ഇവിടെ പല മതാചാര്യന്മാരും പറഞ്ഞു, എന്താ രാത്രി എന്തിനാ പെണ്ണ് പോയത് കൊണ്ടല്ലേ പീഡിപ്പിക്കപ്പെട്ടത്, അവൾ എന്തിനാ വസ്ത്രം ധരിച്ചു, എന്തിന് ഡൽഹി മുഖ്യമന്ത്രി വരെ അങ്ങനെ ഒരു രാത്രി എന്തിനവൾ സഞ്ചരിച്ചു. അപ്പൊ ഇതാണ് പ്രശ്നം. പക്ഷെ ഒരു പുരുഷൻ കുത്തേറ്റ് മരിച്ചു എന്നിരിക്കട്ടെ, എന്തുകൊണ്ട് അയാൾ രാത്രി സിനിമയ്ക്ക് പോയിട്ട് വന്നു ചോദിക്കില്ല? ഇങ്ങനൊരു മനസ്സ് സമൂഹത്തിന്റെ ഉപബോധ മനസ്സിലുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധമായ ചിന്തകളുണ്ട്. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കേണ്ടതാണ്, ഒരു പരിധി കഴിഞ്ഞാൽ പെരുമാറാൻ പാടില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോ ആൺകുട്ടികൾ എന്ത് കുസൃതി കാണിച്ചാലും പറയുന്ന എന്താണ്, ആ ആൺകുട്ടിയല്ലേ പറയും. പക്ഷെ പെൺകുട്ടിയെ കുട്ടിക്കാലത്തെ പറയുന്ന എന്താ, ഒരു കുസൃതി കാണിക്കാൻ പാടില്ല, മാവില് കല്ലെറിയാൻ പാടില്ല, മാവിൽ കയറാൻ പാടില്ല, ചിരിക്കാൻ പോലും പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി നിയമം ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് തിരികെ വരാം. ഗേൾസ് ആരും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് പറയുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ ചോദിച്ചോട്ടെ. എന്റെ അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോടതിയിൽ പോയിരുന്നു, പോസ്കോ കോർട്ടിൽ പോയിരുന്നു. അപ്പൊ അവിടുത്തെ കേസുകളും ഞാൻ കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത് പ്രതികരിക്കാത്തതെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ ഒരു പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്ത് അത് കോടതിയിൽ ആ ഒരു ചോദിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ കുട്ടിയോട് എതിർകക്ഷി ആയിട്ടുള്ള വക്കീൽ ചോദിക്കുന്ന ചോദ്യം ആ കുട്ടിയെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ്. ആ ഒരു പ്രായത്തിൽ അത്തരം കുറ്റങ്ങൾ കേൾക്കാൻ ആ കുട്ടിക്ക് ത്രാണി കാണത്തില്ല. ഒരിക്കലും ഒരു മാതാവിനോ ഒരു പിതാവിനോ ഒരു ബ്രദറിനോ അത് കാണാനുള്ള ഒരു ശേഷിയും കാണത്തില്ല. സ്വന്തം സിസ്റ്ററിനെയോ അല്ലെങ്കിൽ അതുകൊണ്ട് തത്തുല്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നീതി വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ കുട്ടികൾ അങ്ങോട്ട് പോവാത്തതിന് മെയിൻ കാരണം ഇത് തന്നെയാണ്. പേരൻസ് എതിർക്കുന്നതും കാരണം അതുകൊണ്ട് പ്രതികരിക്കാൻ ശേഷിയില്ലാതിട്ടല്ല, പ്രതികരിച്ചാൽ ഒരു പരിധിയുണ്ട്. കാരണം ചോദിക്കുന്ന ഒന്നെങ്കിൽ ഈ കേസുകൾ, കാരണം ഞാൻ പോയ സമയത്ത് 2005 കേസ് 2016 നടക്കുക. അപ്പൊ ആ കുട്ടി അന്ന് നടന്ന സംഭവം ഈ 2016 വരെ ആലോചിച്ചിരിക്കുക. അപ്പൊ നീറി ആ കുട്ടി ഈ സംഭവം ഓർത്തു വെച്ചിരിക്കുക. ഇത് മറക്കാൻ സമ്മതിക്കില്ല. അമ്മ പറഞ്ഞ് പഠിപ്പിക്കുക. കാരണം ഇപ്പൊ ആ കുട്ടി ചിലപ്പോ എന്തെങ്കിലും ഇതേപോലെ എന്ത് കേസായാലും, ഇപ്പൊ ഞാൻ സെക്ഷൽ റേപ്പ് കേസായിരുന്നു, ഒരു 10 വയസ്സ് കുട്ടിയെ, ആ കുട്ടിക്ക് എന്ത് ഓർമ്മയെ കാണുക, ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക അമ്മ വീണ്ടും. കാരണം വക്കീല് ഒരു ചെറിയ വാക്കിന്റെ വേരിയേഷൻ പോലും ചോദിക്കുക. ഇപ്പോൾ നമുക്കെല്ലാവരും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ആ പടം കണ്ടതാണ്. ഒരു കണ്ണ് പൊട്ടനാണ്, അല്ലെങ്കിൽ എന്റെ ലെൻസിന്റെ വേരിയേഷൻ ഉണ്ട്, എനിക്ക് ഇത്രയും മീറ്റർ അകലെ നിന്ന് കാണാൻ പറ്റില്ലെന്ന് ഒരു കള്ള അല്ലെങ്കിൽ എതിർകക്ഷി വക്കീല് പറഞ്ഞു, ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് എന്റെ ലെൻസിന്റെ പവർ ഇതാണ്, എനിക്ക് ഇത്ര, ആ കുട്ടി അപ്പുറത്താണ് നിന്നത്, ഞാൻ ഇപ്പുറത്താണ് നിന്നത്, ഇത്രയും സെന്റിമീറ്റർ വേരിയേഷൻ ഉണ്ട്, ഇയാൾ പറയുന്ന കള്ളമാണെന്ന് പറഞ്ഞാൽ അവിടെ കേസിന് വാലിഡിറ്റി ഉണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ ഈ പെൺകുട്ടികളോട് പ്രതികരിക്കില്ല എന്ന് പറഞ്ഞാൽ? അപ്പൊ ആദ്യം മാറേണ്ടത് നീതിന്യായ വ്യവസ്ഥയല്ലേ? ഇത് അവിടെ മാത്രമല്ല, ഇത് കോടതിയിൽ എത്തിയ കാര്യമാണല്ലോ പറയുന്നത്. പോലീസിനും ഇത് നെഗറ്റീവാണ്. അതാണ് ഇപ്പോ അവസാനം ലോ പറഞ്ഞത്, സ്ത്രീ പോലീസ്, വനിതാ പോലീസ് തന്നെ മൊഴിയെടുക്കണം. ആദ്യമായിട്ട് ഈ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ആദ്യം 1-2 കുട്ടികൾ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് സമൂഹത്തിലുള്ള ബാക്കിയുള്ളവർ പറഞ്ഞു പെൺകുട്ടികൾ പഠിച്ചിട്ട് എന്തെയാണെന്ന്. പക്ഷെ അതിനെ
അവർ പോയി പഠിച്ച് ഉയർന്ന നിലയിൽ എത്തിയപ്പോഴാണ് ബാക്കിയുള്ളവരും അത് കണ്ട് പഠിച്ചത്. അപ്പൊ ആദ്യം പോകുന്നവർക്ക് നേരെ നീതിന്യായം കിട്ടുകയാണെങ്കിൽ തിരിച്ച് ധൈര്യമായിട്ട് അവർ വീണ്ടും പോകും. സത്യമാണ് അവർക്ക് വേഗം കിട്ടി. ആദ്യം പോയവർ തന്നെ തിരിച്ചു വരുന്നവർക്ക് പറഞ്ഞത് എന്താ, ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ. പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസമാധാനം പോകും. ഇത് കണ്ടാൽ ആരാണ് പോകുന്നത്? അതല്ല, ശരിക്കും ഞാൻ അല്ല ഇദ്ദേഹം പറയുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ പറയുന്നത്? പറയുന്നില്ല. ഇപ്പോഴത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഈ അല്ല, ഈ പറഞ്ഞല്ലോ ഈ 2000 ഒരു 5-6 വർഷത്തോളം ഒരു കേസ് ട്രൈ ചെയ്യുന്നു പറഞ്ഞില്ല. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ജൂറിസിനോ അല്ലെങ്കിൽ ജഡ്ജസിനോ ഒന്നും യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അത്രമാത്രം ഉണ്ട്. സിസ്റ്റം ഇപ്പൊ പല കേസുകളും ട്രൈ ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് ഉണ്ട്. അല്ലല്ല, ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് നമുക്ക് ആയിക്കോട്ടെ. പക്ഷെ എന്ന് കരുതി ഈ പറയുന്ന റേപ്പ് കേസുകളിലും മറ്റു കേസുകളിലും ഒക്കെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ഉണ്ട്. മറ്റുള്ളവരെ ഒഴിവാക്കി കോടതിയിലെ കക്ഷികളും ഇവരും മാത്രം. അതൊക്കെ എത്ര പേര് ഓപ്റ്റ് ചെയ്യുന്നു? സർ, ഇത് വളരെ അതായത് ഒരു പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇത് നമ്മളെ ഇപ്പൊ സാറിനെ സംബന്ധിച്ച് തന്നെ നിയമപരമായി ഒരു പ്രതിയെ വളരെ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് തെളിവ് സഹിതം എല്ലാം കൊണ്ടുപോയി കോടതിയുടെ മുമ്പിൽ നിർത്തുമ്പോൾ അവരെ രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾസും ഒരുപാടില്ലേ നമ്മുടെ നിയമത്തിൽ? അത് തന്നെയല്ലേ അതല്ല, നമ്മുടെ നിയമത്തിൽ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടുമ്പോൾ 100% കുറ്റം തെളിയിക്കപ്പെടണം എന്നുള്ളത് ജനാധിപത്യത്തിലെ അടിസ്ഥാനപരമായ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു നെടുന്തൂണായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് കാര്യമില്ല. പോലീസ് ഒരാളെ കുറ്റം ആരോപിച്ച് പോലീസുകാരൻ തീരുമാനിച്ച് അവൻ കുറ്റവാളിയാണെന്ന് അവൻ ശിക്ഷിക്കപ്പെടണമെന്ന് പറ്റില്ല. മുരുകൻ പറഞ്ഞതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. മുരുകൻ കോടതി ചെന്നപ്പോൾ 2005 കേസാണ് 2014 വിസ്തരിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ പറയുകയാണ്, ഇത് പൊതുപ്രതിഭാസമാണ്. ഇപ്പൊ ഈ 2016 ഒരു ബലാത്സംഗം നടന്നാൽ ആ കേസിന്റെ ട്രയൽ നടക്കാൻ പോകുന്നത് 2030 അതാണ് ഈ നാട്ടിലെ അവസ്ഥ. അപ്പൊ നമ്മൾ ഈ പറയുന്ന വേറൊന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും കേരളം വളരെ അഡ്വാൻസ്ഡ് ആണ്. 1916 സ്ത്രീയെ പഠിപ്പിക്കണമെന്ന് ചിന്തിച്ച കേരളം ഇപ്പോൾ ഡോക്ടർമാർ കൂടുതൽ സ്ത്രീകളായി, എഞ്ചിനീയറിംഗ് എടുക്കുന്ന സ്ത്രീകൾ കടന്നു വന്നു. ഇപ്പൊ പത്രപ്രവർത്തനവും പോലീസ് ഒഴിച്ച് ബാക്കി എല്ലാ രംഗത്തും സ്ത്രീ പുരുഷ അനുവാദം ശരിയാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്ത്രീകളില്ല. പോലീസ് സ്റ്റേഷനിലെ കുട്ടിയെ 16 വർഷമായിട്ട് നമ്മളിപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് മുരുകൻ പറഞ്ഞത് ശരിയാകണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലും സ്ത്രീ സാന്നിധ്യം വേണം. വളരെയധികം സ്ത്രീകൾ പോലീസ് ഇല്ലില്ല. ആകെപ്പാടെ കേരള പോലീസിൽ 50,000 പേരുള്ളത് 2000 സ്ത്രീകളെ ഉള്ളൂ. അപ്പൊ കുറഞ്ഞ പക്ഷം 10,000-15,000 സ്ത്രീകൾ നമ്മുടെ പോലീസ് സേനയില് വേണം. എന്നാൽ മാത്രമേ ഈ പരാതിപ്പെടൽ എന്നുള്ള പ്രക്രിയ സ്മൂത്ത് ആവുകയുള്ളൂ. നിയമത്തിൽ ഇത്രയും ഈ പറയുന്ന രീതിയിൽ കേസുകളും ചോദ്യങ്ങളും ഒക്കെ നീണ്ടു പോകുന്നു. പക്ഷെ വനജയെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വനജയുടെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഏറ്റവും അധികം വനജയെ മോശമായിട്ട് പരാമർശിച്ചത് ആണുങ്ങളാണ്, അല്ലെ? വളരെ മോശമായിട്ടായിരുന്നു. ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പരാമർശിച്ചത്. പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ പോലും പിന്തുണ എനിക്ക് ഫസ്റ്റ് പോസ്റ്റിൽ കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ നോക്കി പീഡിപ്പിക്കുന്നതിനേക്കാൾ അധികം വാക്കുകൊണ്ട് പീഡിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ആയിരുന്നു. ആൺകുട്ടികളാണ് ഏറ്റവും അധികം, വളരെ പച്ചയ്ക്കാണ് ഇട്ടത്, അല്ലെ? അല്ല, വനജയ്ക്ക് ഇപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, വനജയ്ക്ക് പറയാം. അത് അത്ര മാത്രമേ വനജ ചെയ്തുള്ളൂ. എന്നിട്ട് പോലും ആരും സപ്പോർട്ട് ചെയ്തില്ല. പരമായിട്ട് ഞാൻ ഒന്നും ഇട്ടില്ല. ഞാനപ്പോ കുറെ ദിവസമായിട്ട് ഈ ചർച്ചകൾ കാണുന്നതാണ്. അദ്ദേഹത്തെ ട്രോളുന്നതും വാദിക്കുന്നതും എല്ലാം ഞാൻ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച എന്തുകൊണ്ട് ഒരു പെൺകുട്ടി ഞാനും നോക്കും എന്ന് ധൈര്യമായിട്ട് പറയുന്നില്ല. ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തു. അതിന് ഞാൻ വെറും ചുമ്മാ ഇട്ട ഒരു പോസ്റ്റാണ്. അതിൽ ഞാനിങ്ങനെ തിരിച്ചു നോക്കും ആൺകുട്ടികളെ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സർ 13.59 ആകുമ്പോൾ മതി, ഇന്നത്തെ കോട്ട കഴിഞ്ഞു എന്ന് പറയുന്നത്? ആ ഒരൊറ്റ വാക്കാണ് അതിൽ വന്നത്. അദ്ദേഹത്തിന് കാര്യം ഞാൻ അദ്ദേഹത്തെ ട്രോൾ ചെയ്തല്ല. ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, ഭയങ്കരമായിട്ട് എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ട്രോൾ ചെയ്തുമല്ല. പക്ഷെ ആ ഒരൊറ്റ വാക്കിൽ പിടിച്ചിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇങ്ങനെ മോശമായ കമന്റ് വരുമ്പോ മാനസികമായിട്ട് വേണ്ടായിരുന്നു, ഒന്നും കമന്റ് എഴുതണ്ടായിരുന്നു എന്ന് തോന്നിയോ? ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ എനിക്ക് അങ്ങനെ ഫസ്റ്റ് ടൈമിൽ എനിക്ക് തോന്നി. നേരത്തെ പറഞ്ഞ പോലെ കേസ് കൊടുക്കാൻ പേടിക്കുന്നു. എന്തായിരുന്നു പിന്നെ വനജ കൊടുത്ത റിപ്ലൈ എന്തായിരുന്നു? ഞാൻ ആർക്കും എന്റെ പേരിൽ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇതിന് ഒരാൾക്ക് പോലും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ പല ഗ്രൂപ്പുകളിലും കണ്ടു എന്റെ ഈ പോസ്റ്റ്. ആദ്യം ഇത് വാട്സപ്പ് വഴിയാണ് ഫസ്റ്റ് പോസ്റ്റ് ഷെയർ ഇത് വൈറലായി പോയത്. അത് പല ഗ്രൂപ്പുകളിലും കണ്ടപ്പോൾ, ആ ചർച്ചകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കീറി മുറിച്ചിട്ടാണ് പല ക്ലോസ്ഡ് ഗ്രൂപ്പിലും ചർച്ചകൾ, അതിന്റെ സ്ക്രീൻഷോട്ടുകളും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് വേണ്ടായിരുന്നു എന്ന്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു, ഇതെന്തായാലും ഞാൻ പിൻവലിക്കില്ല, എന്തായാലും ഞാൻ ഇട്ടില്ല, ഇത് പിൻവലിക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെ ഞാൻ നിന്നു. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്
ദുർബലരായ സ്ത്രീകളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന അതിനോട് ഞാൻ യോജിക്കുന്നില്ല. രണ്ടാമത് സാറ് പറഞ്ഞത് കറക്റ്റാണ്. 2 എണ്ണം പൊട്ടിച്ചിട്ട് പിന്നെ പോലീസിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഓക്കെ. ജെയിംസിനെ സംബന്ധിച്ച് ഈ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന പല രീതിയിലുള്ള നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നടക്കുന്ന ഒരു പീഡനവും ഒന്നും കാണുന്നില്ല, എല്ലാം കേൾക്കുകയാണ് ചെയ്യുന്നത്. ജെയിംസിന്റെ മകൾ അല്ലെങ്കിൽ മക്കൾക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വന്നാൽ ജെയിംസ് എങ്ങനെയായിരിക്കും? നോട്ട പ്രശ്നം അല്ലെങ്കിൽ വാക്കുകൊണ്ട് എങ്ങനെയായിരിക്കും ജെയിംസ് ആ കുട്ടിയെ ധൈര്യപ്പെടുത്തുന്നത്? അതില് നല്ലൊരു ചോദ്യമാണ്. കാരണം ഇതില് ഓർക്കാപ്പുറത്തുള്ള ചോദ്യമാണ്. ഇപ്പൊ ഈ മന്ത്രിമാർ പറയുന്ന ഒന്ന് പഠിക്കട്ടെ പറയാം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്നിപ്പം എൻ്റെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പം എൻ്റെ എളിയ മനസ്സിൽ തോന്നിയ ഒരു അവസ്ഥ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. കാരണം ചോദ്യത്തിൻ്റെ തീവ്രത ഭയങ്കരമായി. ഇപ്പം അപ്പം എൻ്റെ മകനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ വന്ന് കഴിഞ്ഞ മോളെ പറ്റി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിയമവശം ഇപ്പം നമ്മൾ ആരായും, പിന്നെ മാക്സിമം അവന് എത്രയും പെട്ടെന്ന് ധൈര്യം കൊടുക്കും. എനിക്ക് മോനാ സത്യമാണ്. കാരണം ഞങ്ങളെ സമയം ഞങ്ങൾ രണ്ടുപേരും കാഴ്ചയില്ലാത്തതാണ്. ഞങ്ങളുടെ തൊഴിലെന്ന് വെച്ചാൽ ഗാനമേളയ്ക്ക് പോക്കാണ്. അപ്പോൾ പ്രായപൂർത്തിയായ ഒരു മോളെ ഞങ്ങൾ വീട്ടിലാക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമാണ് കണ്ണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല. അപ്പോൾ എല്ലാ കാഴ്ചയുള്ളവരോടും ഇപ്പം എന്നെ സമയം എനിക്ക് കുറച്ച് കാണാവുന്നതുകൊണ്ട് എനിക്കൊരാൾ നിൽക്കാനായിട്ട് അറിയാം. ഈ കാഴ്ചയുടെ തീവ്രത അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോണൊക്കെ ഈ നോട്ടത്തിന് ഒരുപാട് രൗദ്രഭാവം, ഇങ്ങനെ ഓരോ ഭാവങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളെ സമയത്ത് ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യമാണ് ഇപ്പം ഇവിടുത്തെ ഇത് കേട്ടപ്പോൾ. കാരണം ഈ അടിമൊടി നോക്കി ഒരു ലേഡിയെ അങ്ങനെ മോശമായ രീതിയിൽ നോക്കി അവരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവാതെ. കാരണം ദൈവം നമുക്ക് തന്ന പഞ്ചേന്ദ്രിയങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് കണ്ണ്. ഈ സമൂഹത്തിലുള്ള കാഴ്ചയുള്ളവർ ബാക്കി നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും പാവപ്പെട്ട പെൺപിള്ളേരെ അങ്ങ് വിട്ടേര്, ആമ്പിള്ളേരെ അങ്ങ് വിട്ടേര്. ഈ ഒരു കാര്യത്തിൽ എല്ലാവരും സമചിത്തത പാലിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഈ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. അത് ഒരു അമ്മ എന്നുള്ള നിലയിൽ മകനെ എന്ത് പറഞ്ഞാണ് ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത്? തീർച്ചയായിട്ടും നല്ല ഉപദേശങ്ങളെ കൊടുക്കാറുള്ളൂ. പിന്നെ ഇപ്പൊ തസ്നി കേൾക്കുന്നുണ്ടല്ലോ നമ്മുടെ സമൂഹത്തില് പിന്നെ സ്ത്രീകളോട് ആൺകുട്ടി ഇങ്ങനെ പെരുമാറി അല്ലെങ്കിൽ ഇത്ര വയസ്സുള്ള പുരുഷൻ ഇങ്ങനെ പെരുമാറി, ഇതൊക്കെ കേൾക്കുമ്പോ എന്തായിരിക്കും നമ്മുടെ കുട്ടി എങ്ങനെയായിരിക്കും വളരുന്നത്, നമ്മുടെ കുട്ടി എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പുറത്ത് പെരുമാറുന്നത് എന്നൊക്കെ എങ്ങനെയാ തസ്നി മനസ്സിലാക്കുന്നത്? എൻ്റെ മോന് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഒത്തിരി പെൺകുട്ടികളായിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുന്നതും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ എന്നെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ ആണ് പെരുമാറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനിയിപ്പം ഈ കമ്പ്യൂട്ടർ മീഡിയ മറ്റു കാര്യങ്ങളിലൊക്കെ ഈ ആൺകുട്ടി പെൺകുട്ടി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ മകനും തസ്നിയും തമ്മിൽ? തീർച്ചയായിട്ടും പറയാറുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ടും. പിന്നെ എനിക്ക് എല്ലാം അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിലും എൻ്റെ മോൻ എല്ലാ കാര്യങ്ങളും എന്നോട്, ചേട്ടനോട് അങ്ങനെ അധികം പറയത്തില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും എല്ലാം പറയുമ്പോൾ ഞാൻ നല്ല ഉപദേശങ്ങൾ തന്നെ കൊടുക്കും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം, പെൺകുട്ടികളാണെങ്കിലും എല്ലാ കുട്ടികളെയും എനിക്കറിയാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന നോട്ടം, ഇപ്പൊ നമ്മൾ നോട്ടത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. എവിടെ ഇത് എങ്ങനെ പരാതിപ്പെടേണ്ടത്? ഒരു നമ്പറുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം. ഈ നോട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന വെറുതെ നോക്കിയാലുള്ള പരാതിയല്ല, അങ്ങനെയല്ല. നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അരോചകമായിട്ടുള്ള അത് അങ്ങനെ നോക്കുന്ന ആ നോട്ടത്തിനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. അത് സാറ് പറയരുത്, എന്റെ പ്രശ്നമാണ്. മനസ്സിന് തോന്നുന്നു പരാതിപ്പെടാനായിട്ടുള്ള ഒരു കോണ്ടാക്ട് നമ്പറോ അങ്ങനെ എന്തെങ്കിലും. അശ്വിൻ കുറെ നേരമായില്ലേ എന്നെ നോക്കാം? എനിക്ക് നാളെ ജീവിക്കാനുള്ള അല്ല. ഞാൻ ഒരു കാര്യം നമ്മൾ നോക്കിയാൽ ഉടനെ പരാതിപ്പെടണം എന്ന് പറയാം, അങ്ങനെ ഒരു പോലെ. നമുക്ക് ഈ തുറിച്ചു നോട്ടം എന്നുള്ള വാക്കും ആ തുറിച്ചു നോട്ടം എന്നുള്ളത് തന്നെ പറയണം. അല്ല സാറ് നേരത്തെ പറഞ്ഞു, അതായത് ഈ പെൺകുട്ടിക്ക് അസഹനീയമാണ് ഈ നോട്ടം, അല്ലേ? അതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോ പ്രൂഫ് അത്രയും മതിയോ?
അല്ല ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിലാണ് പ്രൈമാ ഫേസി ഒരു കേസ് അറൈസ് ചെയ്യുന്നത്. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ പ്രതിയെ വിളിക്കണം, ഈ പ്രതിയോട് ചോദിക്കണം, നീ നോക്കിയോ, എങ്ങനെ നോക്കി, എന്തായിരുന്നു നിന്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം, എന്തിനു വേണ്ടിയാണ് ആ സ്ത്രീ നിന്നെ ഇങ്ങനെ സംശയിക്കാൻ കാരണമായത്, എന്തുകൊണ്ടാണ് എന്ന് വിചാരിച്ച് ഈ ആൺകുട്ടിയുടെ സാഹചര്യവും അവന്റെ സ്വഭാവവും അന്ന് ആ സ്ഥലത്തുണ്ടായിരുന്ന സ്ഥിതിയും പരിസ്ഥിതിയും ഒക്കെ പരിശോധിച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവൻ്റെതായിട്ടുള്ള നിഗമനത്തിലെത്തണം. ഈ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ അതോ ഈ ആൺകുട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ? ഇതാണല്ലോ അശ്വിന്റെ പ്രശ്നം. അതാണ് ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അശ്വിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു അന്വേഷണ പ്രക്രിയയിലൂടെ പോയതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു തീരുമാനം കൊണ്ടെടുക്കണം. ആ തീരുമാനമാണ് കോടതിയിലേക്ക് ചാർജ് ഷീറ്റ് ആയിട്ട് പോകുന്നത്. സെൽഫിയിൽ ഒരു ചെറിയ ഇടവേള. ഒരാള് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, അതാണ് പ്രശ്നം. വേറെ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമല്ലേ പ്രതികരിക്കാറുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാം സഞ്ചരിക്കുമ്പോഴത്തേക്കും ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കുന്നു, അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇനി എവിടെ നോക്കി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ അന്നേരം അവിടെ നിന്ന് വിട്ടു പോവുകയാണ്, നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കില്ല പോലെ എന്ന് പറഞ്ഞ് പോവും. പക്ഷെ അതുപോലെയല്ല, സ്ഥിരം ഇപ്പൊ കോളേജിൽ പോകുന്ന ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്നും നോക്കുന്നെങ്കിൽ നമ്മൾ പ്രതികരിക്കൂലേ? ആണോ അല്ലയോ? അപ്പൊ ഈ പറയുന്ന സഹോദരന്മാരെ എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കാം. അതിന് ഈ പറയുന്ന ഒത്തിരി പേര് സപ്പോർട്ട് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടിക്ക് എന്നും തന്നെ ഒരാൾ ശല്യം ചെയ്യുന്നു, ആരും നമ്മളെ ഒന്ന് കാണിച്ചു തന്നെ നിങ്ങൾ കൂട്ടുകാരില് പറയില്ലേ? പറയും. അല്ല, അങ്ങനെ പറയുമ്പോ പരാതി കൊടുക്കാനും ഐഡന്റിറ്റി പറയാനും തടസ്സമുണ്ടാവും. നമ്മൾ ഈ പറയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള കൾച്ചർ യഥാർത്ഥത്തിൽ വളർന്നു വരുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിട്ട് നമുക്ക് കാണേണ്ടി വരും. കാരണം ഇപ്പൊ മുമ്പൊക്കെ ബസ്സിൽ, നല്ല തിരക്കുള്ള ബസ്സിൽ പോലും ഒരു പെൺകുട്ടി ഇരിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഇരിക്കുന്നത് കൊണ്ട് പരാതികളുമില്ല. കാരണം ഞാൻ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള കൾച്ചർ വളർന്നു വരുന്നുണ്ട്. അതിന് കാരണമായത് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസ് ആണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ നോക്കുന്നത്, ഇപ്പൊ എന്നെ ഒരാള് നോക്കുന്നതിൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അത് സെയിം ഏജ്, ടീനേജ് അല്ലെങ്കിൽ സെയിം ഏജ് 65-70 വയസ്സായ ഒരാളാണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നെങ്കിൽ എന്തായിരിക്കും? അയ്യോ, ഞാൻ പറഞ്ഞത് തുറച്ചു അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? തുറച്ചല്ല, ശരി. ഇപ്പൊ ആൺകുട്ടി ഇപ്പൊ വേണ്ട, അവിടെ രാഹുൽ, ഇപ്പൊ രാഹുൽ ചെറുപ്പക്കാരൻ, രാഹുൽ നോക്കുന്നത് പിന്നെ വനജയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു 70-75 വയസ്സായ ആള് അതുപോലെ ഒരു പ്രണയ ഇതിൽ കൂടെ, അല്ലെങ്കിൽ എന്തൊരു സുന്ദരിയാണ് ആ കുട്ടി, എന്ത് രസമാണ്, അങ്ങനെ നോക്കിയാ പ്രശ്നമാണ്? പ്രായമാണോ നോട്ടത്തിന്റെ പ്രശ്നം? നോട്ടത്തിന്റെ പ്രശ്നം പ്രായം അങ്ങനെയല്ല, നോട്ടത്തിന്റെ മൂർച്ചയാണ് പ്രശ്നം. ചിലപ്പോ നോട്ടം ശരിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാരും ഒരുപോലെ സഹിച്ചൊന്നും വരില്ല. നേരത്തെ മാഡം പറഞ്ഞ് എവിടെയെങ്കിലും പോകുമ്പോ നമ്മൾ ആരെങ്കിലും നമ്മളെ നോക്കിയാ അതേപോലെ അനുഭവം മാഡത്തിന് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയട്ടെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാഡം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇതില് കൃത്യമായിട്ട് എനിക്ക് എന്റെ മോഡസ്റ്റിയെ ഔട്ട്റേജ് ചെയ്യുന്ന തരത്തിൽ എനിക്ക് മോശമായിട്ട് ആ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ അയാളുടെ സംസ്കാര കുറവെന്ന് വിചാരിച്ച് ഞാനങ്ങ് പോകും. അല്ലല്ല എന്ന് കരുതി, അല്ലല്ല രാഹുൽ, ഞാൻ പറയുന്നത് കേൾക്കൂ, എന്ന് കരുതി എന്നും ഞാൻ സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് നിന്ന് ആ മനുഷ്യൻ എന്നും ഇത് ചെയ്തു കഴിഞ്ഞാല് ഞാൻ തീർച്ചയായിട്ടും കംപ്ലൈന്റ് കൊടുക്കും. അതാണ് ഞാൻ പറയുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഇപ്പൊ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം, അതിന്റെ പുറകെ പോകണം, ജൂറിസ്ഡിക്ഷൻ നോക്കണം, എവിടെ കൊണ്ട് പരാതി കൊടുക്കും. ഞാൻ ചിലപ്പോൾ അങ്ങ് പാലക്കാട് നിൽക്കുമ്പോഴായിരിക്കും അവിടുത്തെ സ്റ്റേഷനിലായിരിക്കും ഒരാൾ നിന്ന് നോക്കുന്നത്, എനിക്ക് അവിടെ നിന്ന് പരാതി കൊടുത്തോണ്ടിരിക്കാൻ ചിലപ്പോൾ ഇതാവില്ല. അതുകൊണ്ട് അല്ല മോനെ, ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ എന്നെ ഒരാള് നോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അയാളുടെ നോട്ടം റോങ് ആണെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. തീർച്ചയായും അതെ, എല്ലാം കൊണ്ട് നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് റിയാക്ട് ചെയ്യാം, തീർന്നു, നമുക്ക് പ്രശ്നം തീർക്കാം. അല്ലല്ല, അങ്ങനെ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെയും ചോദിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്, മനസ്സിലായില്ലേ? എന്ന് കരുതി നമ്മൾ എല്ലാം കൂടെ നോക്കണം. കുട്ടികൾക്ക് സ്കൂളുകളിൽ ഡിഫൻസ്, പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ കരാത്തെ ക്ലാസ് പഠിപ്പിക്കുന്നതിനാ ഈ ഉദ്ദേശിച്ചിട്ടാ. സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാര്യം അതാണല്ലോ സെൽഫ് ഡിഫൻസ്. ഇക്കാര്യത്തിൽ ഈ പറയുന്ന ഇഷ്യൂസിൽ പ്രധാനമാണ്. ഡിഫൻസ് ഇടിച്ച് മൂക്കിട്ട് പാലം തറുക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, അതിലുപരി പ്രതികരിക്കുക. പ്രതികരണ ശേഷി കുറഞ്ഞു വരുന്നുണ്ട്. അതെ, ഈ പ്രതികരണ ശേഷി കുറവുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിയമങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാവരും മിണ്ടാതെ പോയിക്കൊള്ളണം എന്നില്ല. പക്ഷെ ആ നിയമങ്ങൾ ഞാൻ പറയുന്നത്, അനു, ഇപ്പൊ പിന്നെ വനജ
തന്റെ അഭിപ്രായം വളരെ ശക്തമായിട്ട് ഫേസ്ബുക്കിൽ കൂടി പ്രകടിപ്പിച്ചു. ഇത്തരം പ്രകടനം പലപ്പോഴും സ്ത്രീകൾക്കൊരു പ്രകടിപ്പിക്കാനുള്ളൊരു അധൈര്യം ഉണ്ടാവും, അല്ലേ? അത്തരം പ്രശ്നങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ മുമ്പിൽ വരുന്നത്. അവർക്കത് പറയാനുള്ള, അവർക്ക് പറയാൻ ഈവൻ പാരന്റ്സിനോട് പോലും അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇപ്പം നേരത്തെ ചോദിച്ചല്ലേ മോശം നീ അവിടെ പോയി നിന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ അവരെ പിന്നെയും കുറ്റപ്പെടുത്തുകയാണ്. അനുവിന്റെ മുമ്പിൽ വരുന്ന കേസുകൾ യങ്സ്റ്റേഴ്സ് ആണോ അതോ മിഡിൽ ഏജ് സ്ത്രീകളാണോ? എല്ലാം ഉണ്ട്. പിള്ളേര് സെക്ടർ ഉണ്ട്, മിഡിൽ ഏജ് ഉണ്ട്, ടീനേജ് ഉണ്ട്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവർക്ക് ഇതേ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആരോട് പരാതി പറയാൻ പറ്റില്ല. ചിലപ്പം നല്ലൊരു ഹസ്ബൻഡ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, അല്ലാതെ അത് നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരിടത്തും ഇത് പറയാനായിട്ട് പറ്റുന്നുമില്ല. അതിന് അവര് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച് ലൈഫ് അങ്ങനെ ഡിപ്രഷനിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. വനജയെ ഇങ്ങനെ ഫേസ്ബുക്ക് വഴി വല്ലാതെ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന് വീട്ടിലുള്ളവർ അറിഞ്ഞിരുന്നു? വീട്ടില് എന്റെ അനിയന് ഫേസ്ബുക്കില്ല, എന്റെ ചേച്ചിക്ക് ഫേസ്ബുക്കില്ല. അമ്മ ഒരു സാധാരണ നാട്ടുമ്പുറത്ത്, അവർക്കൊന്നും അറിയില്ല, അവർക്കൊന്നും രൂക്ഷമായിട്ട് അറിയില്ല. പക്ഷെ ഇന്ന് കേരള കൗമുദിയില് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് എന്റെ റിലേറ്റീവ്സ് ഒക്കെ ആയിരുന്നത്. അപ്പൊ പുള്ളി അമ്മ വിളിച്ചു, അവിടെ എല്ലാവരുടെ എന്താ പറഞ്ഞത് അമ്മയൊക്കെ? അപ്പൊ അമ്മ ചോദിച്ചു എന്താണ് ഈ പ്രശ്നം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ വെറുതെ ഞാൻ എഴുതിയിട്ടതാണ്. അപ്പൊ കുറച്ച് ഇതുപോലെ അധികം ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം അമ്മ അതെങ്ങനെ ഉൾക്കൊള്ളും, അമ്മ ചിലപ്പോൾ പേടിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കുന്ന പോലെ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് പ്രതികരിക്കാൻ വാശി പിടിച്ചിട്ടും കാര്യമില്ല. ഒരു സാധാരണ സ്ത്രീയാണ് എന്റെ അമ്മ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോകുന്നെന്ന് ചോദിച്ചോ? എന്നോട് ചോദിച്ചില്ല, അമ്മ അങ്ങനെ ചോദിച്ചില്ല. കേസ് കോടതിയിൽ എത്തുമ്പോ വക്കീലാണെങ്കിൽ ഹരാസ് ചെയ്യുമെന്ന് പറഞ്ഞില്ല, അവർക്ക് എന്തും പറയാമോ? അയ്യോ അങ്ങനെയല്ല മോനെ, അതല്ല വക്കീൽ ഹരാസ് ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ കോടതി ഒബ്ജക്ട് ചെയ്യും. അങ്ങനെ ചുമ്മാ ചോദിക്കാൻ പറ്റില്ല, അതൊന്നും നടക്കില്ല. ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ജഡ്ജ് ഇടപെടും. പിന്നെ അതെ കേസിലേക്ക് കൊണ്ടുപോകുന്നേക്കാട്ടിലും ഇത് പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോ അവിടെ തന്നെ അത് ആൾക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒരു അവയർനെസ് ക്ലാസ് കൊടുത്ത് അങ്ങനെ രീതിയിൽ മാറ്റിക്കൊണ്ട് വരികയാണ്. ഒരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. യഥാർത്ഥത്തിൽ ഋഷിരാജ് സിംഗ് സാറിന്റെ പ്രസ്താവന സ്ത്രീകളെ കുറച്ചുകൂടി സംരക്ഷിക്കാനുള്ളൊരു പ്രസ്താവനയായിരുന്നു. പക്ഷെ അത് സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും പലരും തെറ്റിദ്ധരിച്ച രീതിയിൽ പല കമന്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. അത് നമ്മളെ നോക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മളെ നോക്കുന്ന വളരെ മോശം, നമുക്ക് മനസ്സിലാവില്ല നമ്മളെ നോക്കുന്നത് എന്ത് അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ ഒരു മോശമായ രീതിയിലാണ് നോക്കുന്നതെങ്കിൽ അത് 14 സെക്കൻഡ് പോലും ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ ഞാൻ യോജിക്കുന്നതേ ഇല്ല. അങ്ങനെ വന്നാൽ കേസ് വേണം തന്നെ പറയുന്നു. കാരണം നോക്കിയതിന് ശേഷമാണല്ലോ പിന്നെ ബാക്കിയുള്ള എന്താന്ന് വെച്ചാൽ അതിലേക്ക് പോവുക. അതിന് അല്ലാതെ നോർമൽ നമ്മളൊരാളെ കണ്ട് നോക്കി അത് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് സാറ് ഈയിടെ ഒരു നിയമം കൊണ്ടുവന്നത്, അതായത് 14 സെക്കൻഡിൽ കൂടുതൽ പുരുഷന്മാർ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ അത് നിയമപരമായി കുറ്റകരമാണ്, അതിനെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. ഇതിനെതിരെ പ്രായോഗികമായിട്ട് ഇത് എത്രത്തോളം പ്രായോഗികതയിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. 14 സെക്കൻഡ് കൊണ്ട് ഒരു പുരുഷൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും കേസെടുക്കാനുള്ള അതൊന്നും വെറും തെറ്റായ സംഭവമാണത്. ഒരു പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് നോക്കണമെങ്കിൽ തന്നെ 14 സെക്കൻഡ് തികയത്തില്ല. അതിനിടയ്ക്ക് പിന്നെ 14 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ കേസ് 14 സെക്കൻഡിന്റെ ഈ ഒരു ന്യൂസ് വന്നപ്പം ഒരുപാട് ട്രോളൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരുവിധം ഒപ്പോസ് ചെയ്തിട്ടാണ് ഞാൻ മെജോറിറ്റി ഓഫ് കണ്ടത്. ബട്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ അത് വളരെ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗേൾസ് ഗ്രൂപ്പായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതേപോലെ ഒരുപാട് ബോയ്സിൻ്റെ ഭാഗത്ത്, ബോയ്സ് എന്ന് പറയുന്നില്ല, ഇതേപോലെ അവർക്ക് ഒരുപാട് എന്താ പറയുക ഇത് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാനിതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 14 സെക്കൻഡ് നോക്കുന്നത് സാധാരണ സതുദ്ദേശത്തോടു കൂടി നോക്കുന്ന നോട്ടത്തിന് പ്രശ്നമില്ല. ദുരുദ്ദേശവും മറ്റ് മനസ്സിലെ വികൃതമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തി നോക്കുന്നത് ശിക്ഷ അർഹിക്കുന്നതാണ്, കുറ്റകരവുമാണ്. ഇപ്പൊ ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് 14 മിനിറ്റ് വരെ അല്ല നിമിഷം വരെ ഒരാളിനെ നോക്കുകയാണെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റാണെന്ന് നമ്മൾ നിയമമില്ല. ഓക്കെ, ഇത്തരത്തിൽ വനജയെ പോലെ സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായി ഇടപെടുന്നവരെ പോലും തെറ്റിദ്ധരിപ്പിക്കാനാണ്. അദ്ദേഹം പോലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് അങ്ങനെ ക്ലാപ്പിന് വേണ്ടി പറയാൻ പാടില്ല.
ഓക്കെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ഹരാസ്മെന്റ് ഉണ്ടായി, അതിൽ നമുക്ക് ഈ നിയമം നമ്മൾക്ക് എന്തൊക്കെ സംരക്ഷണമാണ് നൽകുന്നത് എന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. അതേപോലെ തന്നെ എൻ്റെ ഒരു പ്രായത്തിലുള്ള ആർക്കും അറിയില്ലായിരിക്കും. അതിൽ വളർന്നു വരുന്ന എത്രമാത്രം നമുക്ക് സ്ത്രീകൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, നമ്മൾ നിയമപരമായിട്ട് നമ്മളെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മളിപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്, ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് തുഗ്ലക് ഭരണപരിഷ്കാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. പഠിച്ചത് തന്നെ വീണ്ടും 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 പഠിപ്പിക്കണം. ആ പാഠഭാഗത്തോടൊപ്പം തന്നെ നമ്മൾ ഈ പെൺകുട്ടികൾക്ക് ഇന്ന ഇന്ന നിയമങ്ങളുണ്ട്, നിങ്ങൾ ഇങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു ബോധവൽക്കരണം കൂടെ പഠിക്കുന്ന ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ഉപകാരമാകുമെന്നാണ്. ഉൾപ്പെടുത്തിയിട്ടുണ്ട് വനജ. അവയർനെസ് വേണം മാം. കാരണം ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ പെട്ടെന്ന് തളർന്നു പോകരുത്. എന്നെ സംരക്ഷിക്കാൻ ഈ നിയമം ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം വരുമ്പോൾ അവർക്ക് പ്രതികരിക്കാനും നല്ല എന്താണ് ഒരു അഭിമാനത്തോടെ ജീവിക്കാനും അവർക്ക് സാധിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. അതെന്താ പറയാ, പാഠപുസ്തകത്തിലുണ്ട്, പക്ഷെ അത് പരീക്ഷയ്ക്ക് ചോദ്യം ഉത്തരം എഴുതാനുള്ള ഒരു ഇതിലേക്ക് മാത്രമേ, അത് കഴിയുമ്പോൾ അത് മറക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുത്താനോ നമ്മൾ സമൂഹവും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ സ്കൂളിൽ തന്നെ ഒരു നോട്ടീസ് ബോർഡിൽ പിള്ളേർക്ക് ഇന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു ഇത് എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് സപ്രസ് ചെയ്യുന്നുണ്ടല്ലോ ഇത്തരം പ്രശ്നങ്ങൾ. കൗൺസിലിംഗ് സിസ്റ്റം ഇപ്പൊ നന്നായി വരുന്നുണ്ട്. കുറെ മാറ്റം, കുറെ കൂടി മെച്ചപ്പെട്ടാൽ കോടിക്കണക്കിന് രൂപ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഫണ്ടിങ് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പിങ്ക് പോലീസിംഗ്, പിങ്ക് പട്രോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും കൗൺസിലിംഗ് ഉണ്ട് റഹീം. പക്ഷെ ആ കൗൺസിലിംഗ് ഈ പറയുന്നവര് പെൺകുട്ടികൾക്കാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതെ, അല്ല ബോയ്സിന് വരുന്നുണ്ട്. ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗമായെല്ലാം ബന്ധപ്പെട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ എങ്ങനെയാണ് നമ്മൾ സാറിനെ സംബന്ധിച്ച് ഇപ്പൊ സമൂഹത്തില് യഥാർത്ഥത്തിൽ എല്ലാവരെയും ബോധം വരുത്താൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രസംഗം. പക്ഷെ അത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തെ ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റുക? അപ്പൊ അതായത് അദ്ദേഹം പ്രസംഗിച്ചതിൽ 14 സെക്കൻഡ് മാത്രമേ അതിനകത്ത് തെറ്റായിട്ടുള്ള ഒരു പരാമർശമുള്ളൂ. ആ തുറിച്ചുനോട്ടം, ഒളിഞ്ഞുനോട്ടം, ഈ നോട്ടങ്ങളെല്ലാം തന്നെ കേരള പോലീസ് ആക്ട് 119 വകുപ്പ് പ്രകാരവും 354 IPC പ്രകാരവും ലൈംഗിക ചുവയുള്ള നോട്ടവും ലൈംഗിക ചുവയുള്ള തുറിച്ചുനോട്ടവും ലൈംഗിക ചുവയുള്ള ഒളിച്ചുനോട്ടവും എല്ലാം കുറ്റകരമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ പറഞ്ഞത് ശരിയാണ്. പക്ഷെ 14 സെക്കൻഡ് മാത്രമേ തെറ്റായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതൊരു വിവാദത്തിലേക്ക് പോകാനിടയായത്. അദ്ദേഹത്തിൻ്റെ ആശയം ശരിയാണ്. ഈ ഇതിനെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ധാരണ വളരെ 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 കുറവാണ്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം. നമുക്ക് ഇവരെയെല്ലാം ബോധവൽക്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആൺ പെൺ പെരുമാറ്റത്തെക്കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത് നേഴ്സറി ക്ലാസ് മുതലാണ്. നേഴ്സറി ക്ലാസ് മുതൽ കുട്ടികളെ ഈ കാര്യത്തിൽ പഠിപ്പിക്കണം. അത് വിദേശ രാജ്യങ്ങൾ അങ്ങനെ കറക്റ്റായിട്ടത് ചെയ്യുന്നതായിട്ട് എൻ്റെ കൊച്ചുമകൻ പഠിക്കുന്നുണ്ട്. അവനെ പഠിപ്പിക്കുന്നത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. കൊച്ചുനാൾ മുതൽ തന്നെ എങ്ങനെയാണ് സ്ത്രീ പുരുഷ ബന്ധം ആരോഗ്യകരമായി കൊണ്ടുപോകണമെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ പെൺകുട്ടികൾ ആൺകുട്ടികളെ ഭയപ്പെടുന്നില്ല, ആൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളെയും ഭയപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്ത്, അവിടെയും നിയമലംഘനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്ത്രീകളെ മുഴുവൻ അടച്ചിട്ട രീതിയിൽ വളർത്തേണ്ട ഒരു സ്ഥിതി അവിടെ ഇല്ല. സ്ത്രീക്ക് ജോലി ചെയ്യാനും പൊതുസ്ഥലങ്ങളിൽ നടക്കാനും രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന സ്ത്രീകളെ സ്ത്രീ സമൂഹം നമുക്ക് ഉണ്ടാകണം. ഭയപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹത്തെ അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യ ബോധവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം ഈ കമ്പയിൻ തന്നെ ഏറ്റെടുക്കണം. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് തിരികെ വരാം. റഹീം, ഒരു യുവ രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ എങ്ങനെയാണ് രാഷ്ട്രീയപരമായി ഇങ്ങനെ ഒരു അവയർനെസ് സമൂഹത്തിന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഒരുമിച്ച് രാത്രിയിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വിദൂരതകളിൽ പോകുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ, ഏത് അളവ് വരെ എനിക്ക് പറയാം, ഏത് അളവ് വരെ എനിക്ക് പ്രവർത്തിക്കാം, പരസ്പരം ഈ പൂരകമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അത് കൾച്ചറാണ്. അത് ഒന്ന് നമ്മൾ ഈ പറയുന്നതിലൂടെ, തുടർച്ചയായ ക്യാമ്പയിനിലൂടെ, നമ്മൾ പ്രവർത്തികളിലൂടെ അത്തരം മാതൃകകൾ നമ്മൾ സൃഷ്ടിക്കാൻ തയ്യാറാണ്. അത് ഒന്ന് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ്. രണ്ടാമതൊന്ന് ഈ പറയുന്ന മീഡിയ മേഖലയിൽ, നമ്മുടെ മറ്റ് ഓരോ തൊഴിൽ മേഖലയിലും ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും നമുക്കിത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയണം. അതാണ് ഒന്ന്. രണ്ടാമതൊന്ന് സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടെ ആവശ്യമുണ്ട്. അതിലാണ് ഏറ്റവും പ്രധാനമായി. അത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ
ഇതെന്തുകൊണ്ടാണ്, എവിടെയാണ് പ്രിവെന്റ് ചെയ്യേണ്ടത്? അത് സാർ പറഞ്ഞ വളരെ കൃത്യമാണ്. ഞാൻ പറയുന്നു, നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ തലം മുതൽ അല്ലെങ്കിൽ KG മുതൽ തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ ഫീഡ് ചെയ്യാൻ വേണ്ടി കഴിയണം. പിന്നെ മറ്റൊന്ന് നിയമം വേണം, കൃത്യമായിട്ട് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നിയമലംഘനം ഉണ്ടാകും. ആ നിയമലംഘനം ശക്തമാക്കണം, സ്പീഡിയാക്കണം, അത് വിമൺ ഫ്രണ്ട്ലി ആക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതിൽ കുറെ കൂടി മുമ്പോട്ട് പോകാൻ കഴിയും. ഓക്കെ, മായ, ഋഷിരാജ് സിംഗ് സാറിന്റെ ഈ പ്രസ്താവന ഒരു പരിധിവരെ രാഷ്ട്രീയക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ഒക്കെ തന്നെ ഈവൻ അഡ്വക്കേറ്റ്സ് ഒക്കെ ഇങ്ങനെയൊന്നും നിയമത്തിലില്ല എന്നൊരു പരിഹാസ രൂപേണ പല കമന്റ്സും നമുക്ക് ഇത് തന്നെ സമൂഹത്തിന് കുറച്ചുകൂടെ അല്ലെ ഒരു ഭയമില്ലായ്മയും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു ബഹുമാനമില്ലായ്മയും ഉണ്ടാക്കി. അത് വളരെ ശരിയാണ്. കാര്യം ഇങ്ങനെ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അതിന് ഗുണം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിലൂടെ. ഇപ്പൊ എന്താണ് കറക്റ്റ് നിയമം എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ 14 സെക്കൻഡ് ആണോ ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതോ 2 സെക്കൻഡോ 1 സെക്കൻഡോ തന്നെ നോക്കിയാലും കുറ്റകരമാണോ എന്നുള്ളതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തില് വ്യക്തമായി. കാര്യം ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ആണ് സാർ ഉദ്ദേശിച്ചത്. എന്റെ മക്കളെ നിങ്ങളെ ആരും നോക്കുന്നത് പോലും നിങ്ങളെ സഹിക്കേണ്ട കാര്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ അദ്ദേഹം ഏത് അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാലും നമ്മൾ അതിന്റെ നല്ല വശം പോസിറ്റീവ് സൈഡ് മാത്രം എടുത്താൽ മതി. ഇപ്പൊ സമൂഹത്തിലെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേ തരത്തിൽ നന്നാക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. ഇനിയും ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരട്ടെ, അതുവഴി നമ്മുടെ നാടിന് കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാകട്ടെ, ബോധവൽക്കരണം വരട്ടെ. കാര്യം ഈ സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റ് ആണ് ഇത്തരം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് എത്തുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഇത് കേട്ടിരിക്കുന്ന കൊച്ചുകുട്ടികളെ ചിലപ്പോൾ ഈ ഷോ ഒന്നും കാണിക്കത്തില്ലായിരിക്കാം. അവർക്കൊക്കെ വാല്യൂ എഡ്യൂക്കേഷൻ വഴി കൊടുക്കട്ടെ. ഇത്തരം അനുഭവങ്ങൾ എന്താണ്, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടതെന്ന് കൊടുക്കട്ടെ. അത് വേറൊരു വശം. പിന്നെ ഇംപ്ലിമെന്റേഷൻ, ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പലർക്കും പരാതിയുണ്ട്, നിയമങ്ങളുണ്ട് പക്ഷെ അതൊന്നും പാലിക്കുന്നില്ല എന്ന്. ഇത് പാലിക്കേണ്ടത് ഈ ഉണ്ടാക്കി വെച്ചവരല്ല പാലിക്കേണ്ടത്, അവരും പാലിക്കേണ്ടതാണ്. നമ്മൾ ജനങ്ങൾ തന്നെയാണ് പാലിക്കേണ്ടത്. അത് നമ്മൾ തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും പാലിക്കപ്പെടേണ്ടതാണ് ഈ നിയമങ്ങൾ. അല്ലാതെ ഇതൊന്നും നടക്കില്ല, എല്ലാവർക്കും ഒരു പുച്ഛമാണ്. ശരിക്കും പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. അത് നമ്മൾ മുതിർന്നവർ തന്നെയാണ് മാറ്റേണ്ടത്. എന്നാലേ ഇനി വരുന്ന ജനറേഷൻ അത് കുറച്ചെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇത്തരം വിഷയങ്ങളിൽ? സമൂഹത്തില് പരസ്പരം പിന്നെ അവരവരുടെ ഇത് സ്റ്റാറ്റസ് മനസ്സിലാക്കി ബഹുമാനിക്കുക. അത് ദൈനംദിന ജീവിതത്തിൽ പ്രായഭേദമന്യേ പരസ്പരം അവരവരുടെ സ്റ്റാറ്റസ് നോക്കി ബഹുമാനിച്ച് ജീവിക്കുക, അല്ല വേറെ ഒന്നും പറയാനില്ല. വനജ, എങ്ങനെയായിരിക്കും ഇനി ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ വനജയുടെ നിലപാട് എന്തായിരിക്കും? ഭയന്ന് പിന്മാറുമോ അതോ ഇനിയും ഞാൻ ഇങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കും? ഇല്ല മാം, കേൾക്കാവുന്നതിന്റെ പരിധി ഞാൻ കേട്ടു. ഇനി ഒന്നുമില്ല, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എന്റെ നിലപാട് ഇതിന് മേലെ ഒന്നും കേൾക്കാനില്ല. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ മരിച്ച ഒരാളാണ്. അമ്മ എനിക്ക് ദൈവമാണ്. ഇതെന്റെ പൊതുസ്വത്തല്ല, എന്റെ സ്വകാര്യ സ്വത്താണ്. എന്റെ അച്ഛൻ ഈ ജന്മത്തിൽ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത 2 വസ്തുവേ ഉള്ളൂ, ഒന്ന് അച്ഛൻ ഒന്ന് അമ്മ. അപ്പൊ അവരെ കയറി പറഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ പോസ്റ്റിൽ അതിശക്തമായിട്ട് ഞാൻ പ്രതികരിച്ചത്. അപ്പോഴൊന്ന് ആലോചിക്കുക, എന്നെ പോലൊരു സാധാരണ ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് ആ ഒരു ഇഷ്യൂ കൊണ്ടാണ്. ലോകം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഒരു സാധാരണയായ ഒരു പെൺകുട്ടി അത്രമാത്രം രൂക്ഷമായിട്ട് പ്രതികരിക്കണമെങ്കിൽ എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ പ്രതികരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യ സ്വാതന്ത്ര്യമാണ് സമൂഹം കൊടുത്തിരിക്കുന്നത്. അത് യൂസ് ചെയ്യാത്തത് നമ്മൾ പെണ്ണുങ്ങളുടെ തെറ്റാണ്. അത് യൂസ് ചെയ്യാതെ എന്നെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്, ഞാൻ അങ്ങനെയാണ്, അബലയാണ്, ചബലയാണ്. നമ്മൾ എത്ര നാള് അങ്ങനെ ശക്തമായി വിശ്വസിക്കുന്നോ, ബാക്കി സമൂഹം വന്നിട്ട് നീ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാനൊരു പെണ്ണാണ്, പെണ്ണിനുമാണ്, എനിക്ക് ടേക്ക് റെസ്പെക്ട്, അങ്ങനെയാണ്. അനുവിന്റെ അടുത്ത് വരുന്ന ഇത്തരം, അതായത് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളുമായി വരുമ്പോൾ ഒരു അവരെ എന്ത് രീതിയിലായിരിക്കും അനുബോധവൽക്കരിക്കുക? നിയമപരമായി നേരിടാനാണോ മാനസികപരമായി നേരിടാനാണോ? രണ്ടും ഞാൻ നിയമപരമായ നല്ല നോട്ടം എങ്ങനെ പഠിപ്പിക്കും? നല്ല നോട്ടം പഠിപ്പിക്കുകയല്ല, അവർക്ക് വരുന്ന പ്രശ്നങ്ങള് ഇപ്പം നമുക്ക് ലീഗലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലോട്ട് നമ്മൾ വിടും. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അങ്ങനെയാണ്. കാരണം ഇപ്പം കുറെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്,
ഇതുപോലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെന്ന് പറയാനായിട്ടുള്ള ഒരു ഇടമുണ്ട്, അതിനൊരു സ്പീഡി ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ ആൾക്കാർ ഇതിനെ റെസ്പോണ്ട് ചെയ്യും. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ അങ്ങനെ ഒരു വിങ് ഉണ്ടാവണം. അല്ലാതെ ഇപ്പം നിലവിലുള്ള ലോയ്ക്കകത്തോട്ട് ഇത് കൊണ്ടിടാതെ ഇതിന് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ടായാലേ പറ്റുള്ളൂ. അതിലിപ്പോൾ കുട്ടികളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അത് ചെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറുക എന്ന് പറയുന്നത് ഒരു വലിയ അങ്ങനെ ആവല്ലേ. ഒരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അവർക്ക് അവിടെ ചെല്ലാനും അവരോട് മാന്യമായിട്ട് ബിഹേവ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു വിങ് വേണം. അശ്വിൻ, ഒരുവിധ സംശയങ്ങളൊക്കെ മാറിയോ? അതോ കൺഫ്യൂഷൻ കൂടിയോ? എന്താണ് ഇനി ഭാവിയിൽ പരിപാടി? എന്റെ പേര് കേസ് കൊടുക്കാതിരുന്നാ മതി, കള്ള കേസ്. അല്ല, എന്ത് മനസ്സിലായി ഇപ്പൊ ഇത്രയും സംസാരിച്ചതിൽ നിന്ന്? അശ്വിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ എന്ത് മനസ്സിലായി? ഇപ്പം ഒരു വിധത്തിൽ കാര്യമൊക്കെ പിടികിട്ടി, മനസ്സിലായി. 14 സെക്കൻഡ് അല്ല, ഇപ്പം ഇങ്ങനെ ഒരു നോട്ടം, മൊത്തത്തില് നോട്ടം ഒന്ന് ശരിയാക്കിയാ മതി അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അത് 14 സെക്കൻഡ് ആണെങ്കിലും 1 സെക്കൻഡ് ആണെങ്കിലും നമ്മുടെ നോട്ടം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി എന്ന് മനസ്സിലായില്ലേ? നോട്ടവും നോട്ടത്തെ കുറിച്ചുള്ള ചർച്ചകളും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു പുരുഷൻ തന്നെ നോക്കുന്നത് എങ്ങനെയെന്ന് സ്ത്രീ മനസ്സിലാക്കുമ്പോഴേ അവൾ പൂർണ്ണ സുരക്ഷിതത്വം അനുഭവിക്കുന്നുള്ളൂ. വളരെ നല്ല ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും, നമ്മുടെ ഓഡിയൻസ് കുട്ടികൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച സെൽഫിയിലൂടെ കാണാം.